നമസ്കാരം. TCV പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ഇന്ന് 32,819 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രതിദിന കണക്കുകൾ കുതിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. 32,819 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,41,199 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24%. വീണ്ടും 3000 കടന്ന ജില്ലയിലെ രോഗികൾ. 3251 പേർക്ക് പുതുതായി രോഗം. 704 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 660. താനാളൂർ പഞ്ചായത്തിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. രോഗവ്യാപന തീവ്രമായ 20ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണാക്കി. വാർഡിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 15-ന് മുകളിൽ. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് ആശങ്കയുയർത്തി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ് വ്യാപനം തടയാനായി തിരൂർ CI ഫർഷാദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് പൂട്ടാൻ തീരുമാനിച്ചത്. സുബീറയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കിയെന്ന് സംശയം. മൃതദേഹത്തിൽ നിന്ന് കുരുക്കിട്ട നിലയിൽ ഷാളും ലഭിച്ചു. പ്രതി അൻവർ നൽകിയ മൊഴി കള്ളമാണെന്ന സംശയത്തിൽ പോലീസ്. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കോവിഡ് കണക്ക് രേഖപ്പെടുത്തി. 32,819 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. 24 മണിക്കൂറിന്റെ 1,41,199 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24%. 32 മരണങ്ങൾ കൂടി സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 5,170. 18,413 പേർ രോഗമുക്തരായി. സംസ്ഥാനത്ത് കോവിഡ് ബാധിക്കുന്നവരുടെ എണ്ണത്തിനും വ്യാപനത്തിന്റെ വേഗത്തിനും ഒട്ടും കുറവുണ്ടായിട്ടില്ല. ഇന്ന് 32,819 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. ആകെ പരിശോധന നടന്നത് 1,41,199. ഇന്ന് മരണമടഞ്ഞവരുടെ എണ്ണം 32. സംസ്ഥാനത്ത് ആകെ 2,47,181 പേരാണ് ചികിത്സയിലുള്ളത്. കോഴിക്കോട് ജില്ലയിലെ രോഗികളുടെ എണ്ണം 5000 കടന്നു. ഏറ്റവും കൂടുതൽ രോഗികളുള്ളതും കോഴിക്കോട്, എറണാകുളം ജില്ലകളിലാണ്. കോഴിക്കോട് 5015, എറണാകുളം 4270, മലപ്പുറം 3251, തൃശൂർ 3097, കോട്ടയം 2970, തിരുവനന്തപുരം 2892, പാലക്കാട് 2071, കണ്ണൂർ 1996, ആലപ്പുഴ 1770, കൊല്ലം 1591, പത്തനംതിട്ട 1163, വയനാട് 968, കാസർഗോഡ് 906, ഇടുക്കി 859 എന്നിങ്ങനെയാണ് ജില്ലകളിലെ രോഗബാധിതരുടെ കണക്ക്. സംസ്ഥാനത്തെ 11 ജില്ലകളിലും 1000-ന് മുകളിലാണ് രോഗികൾ എന്നത് ആശങ്കയേറ്റുന്നുണ്ട്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 1,41,199 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24% എന്ന ഉയർന്ന നിരക്കിലാണ്. UK, സൗത്ത് ആഫ്രിക്ക, ബ്രസീൽ എന്നിവിടങ്ങളിൽ നിന്നെത്തിയ ആർക്കും തന്നെ 24 മണിക്കൂറിനകം കോവിഡ് സ്ഥിരീകരിച്ചിട്ടില്ല. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 32 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചതോടെ ആകെ മരണസംഖ്യ 5,170. ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 265 പേർ സംസ്ഥാനത്തിന് പുറത്തു നിന്നെത്തിയവരാണ്. 30,409 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 2,049 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തമല്ല. 96 ആരോഗ്യ പ്രവർത്തകർക്കും രോഗം ബാധിച്ചു. അതേസമയം രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലായിരുന്ന 18,413 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. രോഗമുക്തരുടെ എണ്ണം ഇന്ന് ഇരട്ടിയിലധികം വർദ്ധിച്ചത് ആശ്വാസം പകരുന്നുണ്ട്. ഇതോടെ 2,47,181 പേരാണ് നിലവിൽ രോഗം സ്ഥിരീകരിച്ച് ചികിത്സയിലുള്ളത്. 12,07,680 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടി. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 5,27,662 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിലുള്ളത്. ഇവരിൽ 5,06,202 പേർ വീടുകളിലോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനുകളിലോ നിരീക്ഷണത്തിൽ കഴിയുന്നു. 21,460 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 3,645 പേരെയാണ് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. ചൊവ്വാഴ്ച 40 പുതിയ ഹോട്ട്സ്പോട്ടുകൾ കൂടി രൂപപ്പെട്ടു. 3 പ്രദേശങ്ങളെ ഹോട്ട്സ്പോട്ടിൽ നിന്നും ഒഴിവാക്കി. നിലവിൽ ആകെ 587 ഹോട്ട്സ്പോട്ടുകളാണുള്ളത്. വീണ്ടും 3000 കടന്ന് ജില്ലയിലെ രോഗബാധിതരുടെ എണ്ണം. 3251 പേർക്ക് പുതുതായി രോഗം ബാധിച്ചു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.88%. നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെ 3907 പേർക്ക് രോഗം ബാധിച്ചു. 704 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 660.
ജില്ലയിലും രോഗബാധിതരുടെ എണ്ണം നിയന്ത്രണാതീതമായി വർദ്ധിച്ചു വരികയാണ്. ജില്ലയിൽ വീണ്ടും പ്രതിദിന കോവിഡ് കണക്ക് 3000-ന് മുകളിലെത്തി. 3251 പേർക്കാണ് ചൊവ്വാഴ്ച രോഗം സ്ഥിരീകരിച്ചത്. ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ജില്ലയിൽ 3000-ന് മുകളിൽ രോഗികളുണ്ടാകുന്നത്. ജില്ലയിലെ ഇതുവരെയുള്ളതിൽ ഏറ്റവും ഉയർന്ന പ്രതിദിന നിരക്കാണിത്. 3251 പേർക്കാണ് പുതുതായി രോഗം സ്ഥിരീകരിച്ചത്. 3097 പേർക്കും നേരിട്ടുള്ള സമ്പർക്കത്തിലൂടെയാണ് വൈറസ് ബാധ. 143 പേരുടെ രോഗ ഉറവിടം വ്യക്തമല്ല. വൈറസ് ബാധിതരിൽ 2 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നെത്തിയവരും 9 പേർ ഇതര സംസ്ഥാനങ്ങളിൽ നിന്നെത്തിയവരുമാണ്. ഇതുവരെ ജില്ലയിൽ 660 പേരാണ് രോഗബാധിതരായി മരണപ്പെട്ടതെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ജില്ലയിലെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 27.88%. 704 പേർ കൂടി രോഗമുക്തരായി. ഇതോടെ 26,145 പേരാണ് നിലവിൽ രോഗബാധിതരായി ചികിത്സയിലുള്ളത്. ആകെ 42,646 പേർ നിരീക്ഷണത്തിൽ കഴിയുന്നു. കോവിഡ് പ്രത്യേക ചികിത്സാ കേന്ദ്രങ്ങളായ ആശുപത്രികളിൽ 542 പേരും വിവിധ കോവിഡ് ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിൽ 263 പേരും 207 പേർ സെക്കൻഡ് ലൈൻ ട്രീറ്റ്മെന്റ് സെന്ററുകളിലും ചികിത്സയിലാണ്. ശേഷിക്കുന്നവർ വീടുകളിലും മറ്റുമായി നിരീക്ഷണത്തിൽ കഴിയുന്നു. ജില്ലയിൽ ആകെ രോഗമുക്തരായവരുടെ എണ്ണം 1,29,509 ആയി. കോവിഡ് രോഗികൾ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അനാവശ്യമായി ആരും വീടുകളിൽ നിന്നും പുറത്തിറങ്ങരുതെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. ആരിൽ നിന്നും രോഗം പകരാമെന്നത് മനസ്സിലാക്കി സാമൂഹിക അകലം പാലിക്കുകയും മാസ്ക് ധരിക്കുന്നത് ഉറപ്പാക്കുകയും വേണം. ഏതെങ്കിലും വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായാൽ അടുത്തുള്ള ആരോഗ്യ കേന്ദ്രത്തിലോ ജില്ലാതല കൺട്രോൾ സെൽ ആരോഗ്യ പ്രവർത്തകർ എന്നിവരുമായോ ഫോണിൽ ബന്ധപ്പെടണമെന്നും ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. രക്തക്ഷാമം നേരിടുന്ന ബ്ലഡ് ബാങ്കുകൾക്ക് കൈത്താങ്ങുമായി SFI സംസ്ഥാന വ്യാപകമായി രക്തദാന ക്യാമ്പയിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. SFI ജില്ലാ ആശുപത്രിയിൽ രക്തദാനം ചെയ്ത് VP സാനു ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ 2ാം വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ സംസ്ഥാനത്തെ പല ബ്ലഡ് ബാങ്കുകളിലും വലിയ തോതിൽ രക്തക്ഷാമം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് പരിഹരിക്കുന്നതിനായാണ് SFI സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജീവന്റെ തുടിപ്പിന് കലാലയ ഹൃദയരക്തം എന്ന മുദ്രാവാക്യവുമായി രക്തദാന ക്യാമ്പയിന് തുടക്കം കുറിച്ചത്. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം പെരിന്തൽമണ്ണ ജില്ലാ ആശുപത്രിയിലേക്ക് രക്തം ദാനം ചെയ്തുകൊണ്ട് SFI അഖിലേന്ത്യാ പ്രസിഡന്റ് VP സാനു നിർവഹിച്ചു. SFI ജില്ലാ സെക്രട്ടറി KA സക്കീർ, ഏരിയ സെക്രട്ടറിമാരായ K അജീബ് റഹ്മാൻ, A അജ്മൽ ഷാബിൻ തുടങ്ങിയവരും പങ്കെടുത്തു. സംസ്ഥാനത്താകമാനം ആദ്യ ദിവസം 397 വിദ്യാർത്ഥികളാണ് രക്തം ദാനം ചെയ്തത്. സംസ്ഥാനത്തെ ബ്ലഡ് ബാങ്കുകളിലെ രക്തക്ഷാമം പരിഹരിക്കുന്നതുവരെ ക്യാമ്പയിൻ തുടരുമെന്ന് സംസ്ഥാന പ്രസിഡന്റ് VA വിനീഷ്, സെക്രട്ടറി KM സച്ചിൻ ദേവ് എന്നിവർ പ്രസ്താവനയിൽ അറിയിച്ചു. ഒരു ഇടവേള. പുറത്തൂർ, കൽപ്പകഞ്ചേരി, വളവന്നൂർ അടക്കം 14 പഞ്ചായത്തുകളിൽ കൂടി നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഇതോടെ നിലവിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ച തദ്ദേശ സ്ഥാപനങ്ങളുടെ എണ്ണം 37 ആയി. നിയന്ത്രണങ്ങൾ രാത്രി 9 മണി മുതൽ പ്രാബല്യത്തിൽ വരും. പുറത്തൂർ, തെന്നല, തിരുവാലി, മൂന്നിയൂർ, വളവന്നൂർ, എടവണ്ണ, വട്ടംകുളം, കീഴുപറമ്പ്, കുഴിമണ്ണ, വേങ്ങര, കണ്ണമംഗലം, കാളികാവ്, കൽപ്പകഞ്ചേരി, ഊർങ്ങാട്ടിരി എന്നീ പഞ്ചായത്തുകളിലാണ് CRPC 144 പ്രകാരം നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ജില്ലയിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്ന സാഹചര്യത്തിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിക്കാനുള്ള കളക്ടറുടെ തീരുമാനം. കഴിഞ്ഞ ദിവസങ്ങളിൽ തുടർച്ചയായി ഈ പഞ്ചായത്തുകളിൽ കോവിഡ് രോഗികളുടെ എണ്ണം ക്രമാതീതമായി ഉയർന്നിരുന്നു. എന്നാൽ സമാനമായ അവസ്ഥ തന്നെ തുടരുന്ന സാഹചര്യത്തിലാണ് ജില്ലാ ഭരണകൂടത്തിന്റെ നടപടി. 5 പേരോ അതിലധികമോ പേർ ഇവിടങ്ങളിൽ കൂടിച്ചേരാൻ പാടില്ല. ഉത്സവങ്ങൾ, മതപരമായ ചടങ്ങുകൾ എന്നിവയിൽ പൊതുജനങ്ങളെ പങ്കെടുപ്പിക്കുന്നത് ഒഴിവാക്കണം. സർക്കാർ ഓഫീസ്, ബാങ്ക്, പൊതുഗതാഗതം എന്നിവ കോവിഡ് പ്രോട്ടോകോൾ അനുസരിച്ച് പ്രവർത്തിക്കാമെന്നും ഉത്തരവിൽ പറയുന്നു. ഇതിനു പുറമെ കഴിഞ്ഞ ദിവസങ്ങളിലായി കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 24 ഇടങ്ങളിൽ കൂടി നേരത്തെ 144 പ്രഖ്യാപിച്ചിരുന്നു. ഇതോടെ ജില്ലയിൽ ഒരു മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ 37 തദ്ദേശ സ്ഥാപനങ്ങളിലാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ച് ജില്ലാ ഭരണകൂടം കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതേസമയം മലപ്പുറത്ത് 10 ദിവസങ്ങളിലായി കോവിഡ് സ്ഥിതിഗതികൾ അതീവ രൂക്ഷമായി തന്നെ തുടരുകയാണ്. കഴിഞ്ഞ ദിവസം പ്രതിദിന കണക്ക് 3000 കടന്നിരുന്നു. തിങ്കളാഴ്ച 2455 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചിരുന്നു. കോവിഡ് വ്യാപനം പിടിച്ചു നിർത്തുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. തിയേറ്ററുകൾ, മാളുകൾ, ജിമ്മുകൾ, വിനോദ പാർക്കുകൾ, മദ്യവിൽപ്പനശാലകൾ എന്നിവ അടച്ചു. താനാളൂർ പഞ്ചായത്തിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. രോഗവ്യാപന തീവ്രമായ 20ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണാക്കി. വാർഡിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 15-ന് മുകളിൽ. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ ആരംഭിച്ചു. കോവിഡ് വ്യാപനം തീവ്രമായ താനാളൂർ പഞ്ചായത്തിലെ 20ാം വാർഡ് ചൊവ്വാഴ്ച രാവിലെ മുതൽ കണ്ടെയ്ൻമെന്റ് സോണാക്കി. ഈ വാർഡിൽ മാത്രം 15-ലധികം കോവിഡ് ബാധിതരാണ് നിലവിലുള്ളത്. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാനുള്ള നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. കോവിഡ് വളണ്ടിയർമാർക്കുള്ള പരിശീലനം ഇതിനോടകം ആരംഭിച്ചിട്ടുണ്ട്. നമ്മളെ കോവിഡ് മഹാമാരി നമ്മളെ പ്രദേശത്ത് അങ്ങേറ്റം പിടിമുക്കിക്കൊണ്ടിരിക്കുന്ന ഭാഗം ആയതുകൊണ്ട് എല്ലാവരും ഇതിലുമായി സഹകരിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്.
1 or 2 ദിവസത്തെ കാര്യം നമുക്കുള്ളൂ. ഒരു കൊറോണ പിടിപെട്ടാൽ ഒരു രോഗിനെ കൊണ്ടാകാൻ പോലും നമുക്കൊരു വണ്ടിക്കാരെ വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ നമ്മൾ ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും മറ്റുള്ള RRT ടീമും ഒക്കെ കൂടി തീരുമാനമെടുത്തിട്ട് ഇങ്ങനെ തീരുമാനമെടുത്തത്. എന്തായാലും എല്ലാവരും ഇതുമായി സഹകരിക്കണമെന്നാണ് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും ഏത് സമയത്തും വിളിച്ചാൽ നിങ്ങളുടെ മറ്റുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഞങ്ങളെ ടീം ഇവിടെ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് എന്ത് സഹായമാണെങ്കിലും എത്തിച്ചു തരാൻ ഞങ്ങൾക്ക് ടീമുണ്ട്. ആ ടീമിനെ നിങ്ങൾ ബന്ധപ്പെട്ടാൽ വാർഡ് മെമ്പർ വിളിച്ചാലും നിങ്ങൾക്ക് അതിൻ്റെ എല്ലാ കാര്യങ്ങളും അപ്പുറത്തപ്പുറങ്ങളെ എല്ലാ സൗകര്യവും നടത്തി തരും. ഹോസ്പിറ്റൽ പോലുള്ള കേസുകൾ വന്നു കഴിഞ്ഞാൽ മുൻകൂട്ടി വിവരം അറിയിക്കുമ്പോൾ നമ്മൾ റോഡ് തുറന്നു തരും. എന്തായാലും സഹകരിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. ഇത്രയും നമ്മൾ പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും കൂടിയിട്ട് നമ്മൾ ഈ റമദാൻ മാസം കൂടി ആയതുകൊണ്ട് എല്ലാവർക്കും ബുദ്ധിമുട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. പക്ഷേ ഇപ്പോൾ നിവർത്തിയില്ലാത്തത് കൊണ്ടാണ് അങ്ങനത്തെ ഒരു സാഹചര്യത്തിലേക്ക് നീങ്ങേണ്ടി വന്നത്. മാന്യ ജനങ്ങൾ ഞങ്ങൾ സഹകരിക്കണം എന്ന് മാത്രമാണ് നിങ്ങളോടൊക്കെ പറയാനുള്ളത്. വ്യാപാര സ്ഥാപനങ്ങളിലും പൊതുയിടങ്ങളിലും പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. വാർഡിലെ പ്രധാന റോഡുകളെല്ലാം അടച്ചു. നിലവിൽ 122 കോവിഡ് ബാധിതരാണ് താനാളൂർ പഞ്ചായത്തിലുള്ളത്. കോവിഡ് വ്യാപനം തീവ്രമാകുന്ന സാഹചര്യമാണ് നിലവിലുള്ളതെന്നും പരിശോധന കർശനമാക്കിയതായും താനൂർ SI SJ ജിനേഷ് പറഞ്ഞു. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് ആശങ്കയുയർത്തി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ് വ്യാപനം തടയാനായി തിരൂർ CI TP ഫർഷാദിന്റെ നേതൃത്വത്തിൽ പഞ്ചായത്തിൽ യോഗം ചേർന്നു. വെട്ടം പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെയും മഹല്ല് ഭാരവാഹികളുടെയും അടിയന്തര യോഗം ചേർന്നു. കോവിഡ് ടെസ്റ്റുകൾക്കായി ആംബുലൻസ് സർവീസ് ആരംഭിക്കും. വ്യാപാര സ്ഥാപനങ്ങളിലും കടുത്ത നിയന്ത്രണം ഏർപ്പെടുത്തും. 5 പേരിൽ കൂടുതൽ ഒരേ സമയം പ്രവേശിക്കാൻ പാടില്ല. സാനിറ്റൈസറും മാസ്കും നിർബന്ധം. പഞ്ചായത്തിനകത്തെ മുഴുവൻ പള്ളികളിലും പ്രവേശനം 5 പേർക്ക് മാത്രമാക്കും. പറവണ സലഫി സ്കൂളിൽ ഡൊമിസിലറി കെയർ തുടങ്ങും. ഒരുക്കങ്ങൾ പൂർത്തിയായി. കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജ്ജപ്പെടുത്താനായി വീടുകൾ തോറും RRT അംഗങ്ങൾ ലഘുലേഖകൾ നൽകും. യോഗത്തിൽ വെട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് നെല്ലാഞ്ചേരി അധ്യക്ഷനായിരുന്നു. തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് U സൈനുദ്ദീൻ, പഞ്ചായത്ത് സെക്രട്ടറി അബു ഫൈസൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ TR രജിത് കുമാർ, വൈസ് പ്രസിഡന്റ് രജനി മുല്ലയിൽ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കളരിക്കൽ റിയാസ് ബാബു, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ NS ബാബു, TP സലാം, K മോഹൻദാസ്, ഹസൻ പരിയാപുരം, അശോകൻ പരിയാപുരം തുടങ്ങിയവർ സംബന്ധിച്ചു. ലാസ്റ്റ് നമ്മളൊരു 19-ാം തീയതി മുതൽ 24-ാം തീയതി വരെയുള്ള നമ്മളൊരു കണക്കെന്ന് പറയുന്നത് 140 പേരാണ് നമ്മളൊരു ആ ഒരു 6 ദിവസം കൊണ്ട് പോസിറ്റീവായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31.75%. അപ്പോൾ നമ്മൾ കണക്കിപ്പോൾ നമ്മുടെ പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു 30-ന് മേലെ എന്നുള്ള കണക്ക് പറയും. ആ 30-ന് മേലെ എന്ന് പറഞ്ഞാൽ 130-ന് മേലെ 31 ആളുകൾക്ക് പോസിറ്റീവാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ വെറും 31% എന്നുള്ളതുണ്ട്. അതിൽ 50% എന്നതാണ് ശരിയായ കണക്ക്. 50% എന്തായാലും അത് കണക്കുണ്ടാവും. 31 എന്നത് ഔദ്യോഗിക കണക്കാണെങ്കിൽ നമ്മളോട് സർക്കാരിനോടോ പഞ്ചായത്തിനോടോ ഹെൽത്തിനോടോ ഒന്നും പറയാതെ ടെസ്റ്റ് ചെയ്യാതെ സ്വയം ചികിത്സ നടത്തുന്ന വീടുകളിൽ ചികിത്സ നടത്തുന്ന ആളുകൾ ഒരു പക്ഷേ ഈ 30% തന്നെ അവർ വരും എന്ന് പറഞ്ഞാൽ വെട്ടം പഞ്ചായത്തിൽ പകുതിയോളം എന്ന് പറയുന്നത് പോസിറ്റീവായിക്കൊണ്ടിരിക്കുന്നു. അതിനുള്ള വലിയൊരു തെളിവെന്ന് പറഞ്ഞാൽ 25-ാം തീയതിയിൽ നമ്മുടെ RT-PCR ടെസ്റ്റ്, 25-ാം തീയതിയിൽ നമ്മുടെ ടെസ്റ്റിൽ എന്ന് പറയുന്നത് 52 പേരെ ടെസ്റ്റ് ചെയ്തപ്പോഴായി 23 പേര് പോസിറ്റീവാണ്. നിലവിൽ 298 കോവിഡ് പോസിറ്റീവ് കേസുകളാണ് വെട്ടം പഞ്ചായത്തിലുള്ളത്. വെള്ളിയാഴ്ച മുതൽ പഞ്ചായത്തിൽ നിരോധനാജ്ഞ നിലവിൽ വന്നിരുന്നു. പൊതുയിടങ്ങളിൽ കോവിഡ് പ്രോട്ടോകോൾ ലംഘനം വ്യാപകമാണ്. തിങ്കളാഴ്ച മാത്രം വാഹന പരിശോധനയിൽ 45 പേർക്കെതിരെ കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ചതിന് പോലീസ് കേസെടുത്തു. പോലീസിന്റെയും ആരോഗ്യവകുപ്പിന്റെയും നേതൃത്വത്തിൽ ഇനിയുള്ള ദിവസങ്ങളിലും കർശന പരിശോധന തുടരും. തിരൂർ നഗരത്തിൽ സെക്ടർ മജിസ്ട്രേറ്റ് സാജിദയുടെ നേതൃത്വത്തിൽ മിന്നൽ പരിശോധന നടത്തി. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച 10ഓളം വ്യാപാര സ്ഥാപനങ്ങളിൽ പിഴ ചുമത്തി നോട്ടീസ് നൽകി. കോവിഡ് വ്യാപനം രൂക്ഷമായ തിരൂർ നഗരസഭയിൽ സെക്ടർ മജിസ്ട്രേറ്റ് സാജിദയുടെ നേതൃത്വത്തിൽ ബസ് സ്റ്റാൻഡ്, ഗൾഫ് മാർക്കറ്റ്, മത്സ്യ മാർക്കറ്റ് എന്നിവിടങ്ങളിലായി മിന്നൽ പരിശോധന നടത്തി. 100ഓളം പേർക്കെതിരെ പിഴയിട്ടു. കോവിഡ് പ്രോട്ടോകോൾ ലംഘിച്ച 10ഓളം വ്യാപാര സ്ഥാപനങ്ങളിലും പിഴ ചുമത്തി നോട്ടീസ് നൽകി. ചൊവ്വാഴ്ച രാവിലെ 10 മണിയോടെയാണ് ഗൾഫ് മാർക്കറ്റ് പരിസരത്ത് പരിശോധന ആരംഭിച്ചത്. സിവിൽ പോലീസ് ഓഫീസർ ഹരികുമാർ, ഷാജി എന്നിവരും സ്ക്വാഡിലുണ്ടായിരുന്നു. ഒരു ഇടവേള. വാർത്തകൾ തുടർന്നു. ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് പൂട്ടാൻ തീരുമാനിച്ചത്. കഴിഞ്ഞ ദിവസത്തെ സർവകക്ഷി യോഗത്തിലാണ് ബാറുകളും ബീവറേജും തിയേറ്ററുകളും അടച്ചുപൂട്ടാൻ സർക്കാർ നിർദ്ദേശം നൽകിയത്.
കോവിഡ് രണ്ടാം തരംഗ വ്യാപനത്തെ തുടർന്ന് സർക്കാർ നിയന്ത്രണം ശക്തമാക്കിയതോടെയാണ് സർക്കാരിന്റെ മദ്യശാലകളും സ്വകാര്യ ബാറുകളും തൽക്കാലം അടച്ചുപൂട്ടാൻ തീരുമാനിച്ചത്. കള്ള് ഷാപ്പുകളിൽ നിന്നും കള്ള് പാഴ്സലായി ലഭിക്കും. മദ്യശാലകൾ അടച്ച വിവരം അറിയാതെ ബീവറേജ് ഔട്ട്ലെറ്റിന്റെ മുന്നിലെത്തിയപ്പോഴാണ് മദ്യപാന്മാരിൽ പലരും സർക്കാർ നിർദ്ദേശം അറിഞ്ഞത്. സർക്കാർ മദ്യം വീട്ടിലെത്തിച്ചു തരുന്ന വല്ല സംവിധാനം ഉണ്ടോ എന്ന് ജീവനക്കാരോട് ചോദിക്കുന്നുണ്ടായിരുന്നു. സമീപത്തെ ബാറും അടച്ച വിവരം അറിഞ്ഞതോടെ പലരും നിരാശരായി മടങ്ങി. കോവിഡ് നാളുകളിലും ബാറുകളിലും ബീവറേജ് ഔട്ട്ലെറ്റുകളിലും നല്ല തിരക്കായിരുന്നു. മദ്യശാലകൾ അടക്കുമെന്ന സൂചന ലഭിച്ച സാഹചര്യത്തിൽ അനധികൃത മദ്യവിൽപ്പനക്കാർ വ്യാപകമായി മദ്യം വാങ്ങി സ്റ്റോക്ക് ചെയ്തിട്ടുമുണ്ട്. കോവിഡ് നാളുകളിൽ മദ്യവിൽപ്പന നടത്താൻ സാഹചര്യമുള്ളവർ പോലീസ് എക്സൈസ് നിരീക്ഷണത്തിലാണ്. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി വരുത്തിയിട്ടുള്ള നിയന്ത്രണങ്ങൾ കൂടുതൽ കടുപ്പിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനം. തിരൂർ ജില്ലാ ആശുപത്രിയിലെ നോമ്പുതുറയിൽ പങ്കാളിയായി തിരൂർ നഗരസഭാ അധ്യക്ഷയും കഴിഞ്ഞ 17 വർഷമായി ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും യൂത്ത് ലീഗ് മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് നോമ്പുതുറ സംഘടിപ്പിക്കുന്നത്. തിരൂർ മുനിസിപ്പൽ മുസ്ലിം യൂത്ത് ലീഗ് കമ്മിറ്റി ജില്ലാ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്കും കൂട്ടിരിപ്പുകാർക്കും നടത്തിവരുന്ന നോമ്പുതുറയിൽ നഗരസഭാ ചെയർപേഴ്സൺ AP നസീമയും പങ്കാളിയായി. വൈകിട്ടോടെ ആശുപത്രിയിലെത്തിയ ചെയർപേഴ്സൺ ഭക്ഷണ വിതരണത്തിന് നേതൃത്വം നൽകി. നമ്മുടെ ജില്ലാ ഹോസ്പിറ്റലിൽ ഈ തുടർച്ചയായി 17 വർഷമായിട്ട് യൂത്ത് ലീഗിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെയൊരു പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നേരിട്ട് കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നി. ഇങ്ങനെയൊരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് തന്നെ വളരെ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായും തിരൂരിലെ എല്ലാ ജനങ്ങളും ഇതിനെ സപ്പോർട്ട് ചെയ്യുകയും ഇവരെ പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നാണ് ഈ സമയത്ത് നിങ്ങളോട് പറയാനുള്ളത്. ഹസീം ചമ്ര, അൻവർ പാറയിൽ, ടി ബാബു, KK അഫ്സൽ, അലി അഷ്കർ അന്നാര, കരീം ഐനിക്കാട് തുടങ്ങിയവർ സംബന്ധിച്ചു. കുത്തകകളെ സഹായിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ വാക്സിൻ നയം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് വെൽഫെയർ പാർട്ടി ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായി തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി 20 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. BJPയുടെ കേരളത്തോടുള്ള പകപോക്കൽ അവസാനിപ്പിക്കുക, സാർവത്രിക സൗജന്യ വാക്സിൻ നടപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി നടത്തുന്ന ജനകീയ പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് തിരൂർ മുനിസിപ്പൽ കമ്മിറ്റി 20 കേന്ദ്രങ്ങളിൽ പ്രതിഷേധം സംഘടിപ്പിച്ചത്. വാക്സിൻ വിലകൾ കുത്തനെ കൂട്ടി, കോവിഡ് മൂലം ദുരിതം തിന്നും, ഇന്ത്യൻ ജനതയെ പിഴിഞ്ഞെടുക്കാൻ മരുന്ന് കമ്പനി മാഫിയകൾക്ക് തിരു പൂങ്കോട്ടുകളത്ത് നടന്ന ജനകീയ പ്രതിഷേധം ജില്ലാ ജനറൽ സെക്രട്ടറി ഗണേഷ് വടേരി ഉദ്ഘാടനം ചെയ്തു. കോവിഡിന്റെ രണ്ടാം ഘട്ടത്തിലെ വരവോടുകൂടി രാജ്യത്ത് നിലനിന്നിരുന്ന സാഹചര്യത്തിൽ നിന്ന് ഏറ്റവും ഭീതിതമായ ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. കോവിഡ് എന്ന മഹാമാരി നമ്മളെ ഏതു വിധത്തിൽ കീഴ്പ്പെടുത്തുമെന്ന് ഒന്നാം ഘട്ടത്തിൽ നിന്ന് വളരെ വ്യത്യസ്തമായി, വളരെ അപകടകരമായ ഒരു സാഹചര്യത്തിൽ രാജ്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജ്യത്തിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വാർത്തകൾ വളരെ ഭയപ്പെടുത്തുന്നതും ഓരോ ജനവിഭാഗത്തെയും അങ്ങേയറ്റം ആശങ്കയിലാക്കുന്നതുമാണ്. ആശുപത്രികളിൽ ഓക്സിജൻ പോലും ലഭ്യമാക്കാൻ കഴിയാതെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആരോഗ്യ സംവിധാനം, ഭരണകൂടം അങ്ങേയറ്റം പരാജയപ്പെട്ട വാർത്തകളാണ് ഓരോ മണിക്കൂറിലും രാജ്യത്തു നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നും രാജസ്ഥാനിലും മഹാരാഷ്ട്രയിലും UPയിലും രേഖപ്പെടുത്തപ്പെട്ട മരണങ്ങൾ ഓരോന്നും പ്രാണവായു കിട്ടാതെ ശ്വസിക്കാനുള്ള അടിയന്തര അവകാശമായ വായു പോലും ഈ ഭരണകൂടത്താൽ നിഷേധിക്കപ്പെട്ട ഒരു സാഹചര്യത്തിലാണ് ഇന്ന് രാജ്യം കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മണ്ഡലം സെക്രട്ടറി അഡ്വക്കേറ്റ് സൈർ കോട്ട്, KV അനീഫ പൂക്കയിൽ എന്നിവർ സംസാരിച്ചു. മജീദ് മാടമ്പാട്ട്, TK അഷ്റഫ് അലി, TE അബൂബക്കർ തുടങ്ങിയവർ നേതൃത്വം നൽകി. വളാഞ്ചേരി MS KVM കോളേജിന് ദേശീയ അംഗീകാരം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് കീഴിലുള്ള മഹാത്മാഗാന്ധി നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ എഡ്യൂക്കേഷൻ ഏർപ്പെടുത്തിയ ഗ്രീൻ ചാമ്പ്യൻ അവാർഡിന് വളാഞ്ചേരി MS കോളേജ് അർഹമായി. പരിസര ശുചിത്വം, ജലസംരക്ഷണം, മാലിന്യ സംസ്കരണം, ഊർജ്ജ സംരക്ഷണം, ഹരിതവത്കരണം എന്നീ പ്രവർത്തനങ്ങളിലെ മികവിനാണ് പുരസ്കാരം. കേരളത്തിലെ 8 കോളേജുകൾ ഉൾപ്പെടെ രാജ്യത്തെ 215 ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെയാണ് അവാർഡിനായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിലുള്ള മഹാത്മാഗാന്ധി നാഷണൽ കൗൺസിൽ ഫോർ റൂറൽ എഡ്യൂക്കേഷനാണ് പുരസ്കാരം ഏർപ്പെടുത്തിയത്. ഗ്രീൻ ചാമ്പ്യൻ പുരസ്കാരമാണ് വളാഞ്ചേരി MES കോളേജിനെ തേടിയെത്തിയത്. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടർന്നു. സുബീറെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കിയെന്ന സംശയം. മൃതദേഹത്തിൽ നിന്ന് കുരുക്കിട്ട നിലയിൽ ഷാളും ലഭിച്ചതാണ് സംശയത്തിനിടയാക്കിയിരിക്കുന്നത്. ഇതോടെ പ്രതി അൻവർ നൽകിയ മൊഴിയും സംശയത്തിലായിരിക്കുകയാണ്. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചിരിക്കുകയാണ്.
വളാഞ്ചേരിയിൽ സ്വർണത്തിനായി കൊല ചെയ്യപ്പെട്ട സുബ്ര ഫർഹത്തിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതി അൻവർ നൽകിയ മൊഴി കള്ളമാണെന്ന സംശയം ബലപ്പെടുന്നു. സുബ്രയെ കൊലപ്പെടുത്തിയത് ഷാൾ കഴുത്തിൽ മുറുക്കിയാണെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘത്തിന്റെ സംശയം. സുബ്രയുടെ മൃതദേഹത്തിൽ നിന്ന് കുരുക്കിട്ട നിലയിൽ ഷാളും ലഭിച്ചിട്ടുണ്ട്. ഇതാണ് പോലീസിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നത്. സുബ്രയെ വായും മൂക്കും പൊത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തിയതെന്നാണ് അൻവർ പോലീസിനോട് പറഞ്ഞിരുന്നത്. എന്നാൽ ഷാൾ ലഭിച്ചതോടെ ഷാൾ കഴുത്തിൽ കുരുക്കിയാകാം കൊല നടത്തിയതെന്നാണ് പോലീസ് സംശയിക്കുന്നത്. സുബ്രയുടെ ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി റീജിയണൽ ഫോറൻസിക് ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. ഇതിന്റെ ഫലം കൂടി ലഭിക്കുന്നതോടെ മരണം സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരും. ചുരിദാർ, അടിവസ്ത്രം, സ്വർണ്ണമോതിരം എന്നിവയും കൂടുതൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഇക്കഴിഞ്ഞ 20-നാണ് സുബ്രയുടെ മൃതദേഹം ചോറ്റൂരിലെ ആളൊഴിഞ്ഞ പറമ്പിൽ കുഴിച്ചിട്ട നിലയിൽ കണ്ടെത്തിയത്. മാർച്ച് 10-ന് കാണാതായ സുബ്രയുടെ മൃതദേഹം 40 ദിവസത്തിനു ശേഷമാണ് ലഭിച്ചത്. തൊട്ടു പിന്നാലെ കൊലയാളിയായ അൻവറിനെ പിടികൂടുകയും ചെയ്തു. സ്വർണത്തിനായി സുബ്രയെ കൊലപ്പെടുത്തിയതാണെന്ന് പ്രതി കുറ്റസമ്മതം നടത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് പ്രതിയുമായി നടത്തിയ തെളിവെടുപ്പിൽ സുബ്രയുടെ ബാഗും ഹെയർ ബൺ അടക്കമുള്ള വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. കുഴിച്ചിടാൻ ഉപയോഗിച്ച മൺവെട്ടിയും കണ്ടെത്തി. സംഭവ സമയം പ്രതി ധരിച്ചിരുന്ന വസ്ത്രവും കുഴിച്ചുമൂടിയ നിലയിൽ കണ്ടെത്തി. എന്നാൽ സുബ്രയുടെ മൊബൈൽ ഫോൺ ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. മൊബൈൽ ഫോൺ സമീപത്തെ ഉപേക്ഷിക്കപ്പെട്ട കുഴൽക്കിണറിൽ എറിഞ്ഞെന്നാണ് പ്രതി പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ലഭിക്കാനുള്ള സാധ്യതയില്ലെന്ന് പോലീസ് നിഗമനം. ചോറ്റൂർ സ്വദേശി കബീറിന്റെ മകളായ സുബ്ര ഫർഹത്തിനെ മാർച്ച് 10-നാണ് കാണാതായത്. ജോലി ചെയ്യുന്ന വെട്ടിച്ചിറയിലെ സ്വകാര്യ ക്ലിനിക്കിലേക്ക് അന്നേ ദിവസം രാവിലെ പോയതായിരുന്നു. എന്നാൽ മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും യുവതി ക്ലിനിക്കിലെത്താതിരുന്നതിനെ തുടർന്ന് സ്ഥാപനയുടമ വീട്ടുകാരെ ബന്ധപ്പെട്ടപ്പോഴാണ് യുവതിയെ കാണാതായ വിവരം വീട്ടുകാർ അറിയുന്നത്. തുടർന്ന് ബന്ധുക്കൾ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. വാക്സിൻ ചാലഞ്ചിന് പുറമെ സ്വന്തം ബൈക്ക് വിറ്റ് ലഭിച്ച പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി അധ്യാപകൻ. പുറത്തൂർ തൃത്തല്ലൂർ സ്വദേശിയും തിരുച്ചമ്പ്ര AMP സ്കൂൾ അധ്യാപകനുമായ പ്രവീൺ കൊള്ളാഞ്ചേരിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കണ്ടെത്താൻ തന്റെ ബൈക്ക് വിറ്റത്. കഴിഞ്ഞ ദിവസം ബൈക്കിന്റെ ചിത്രം ഫേസ്ബുക്കിൽ പങ്കുവച്ചാണ് പ്രവീൺ തീരുമാനം അറിയിച്ചത്. തുടർന്ന് നിരവധി പേരാണ് പിന്തുണയുമായി എത്തിയത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ബൈക്ക് വാങ്ങാൻ ആഗ്രഹം പ്രകടിപ്പിച്ച് സന്ദേശം അയച്ചു. ഒടുവിൽ വെട്ടം പരിയാപുരം സ്വദേശിയും ഒറ്റപ്പാലത്ത് കൃഷി വകുപ്പിലെ ജീവനക്കാരനുമായ സുനിൽകുമാർ ബൈക്ക് വാങ്ങി വിൽപ്പനയിലൂടെ ലഭിച്ച 15,000 രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറി. കേരള സർക്കാരിൻ്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പിന്തുണയേകാൻ വേണ്ടി കേരള സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ KSTA ആഹ്വാനപ്രകാരം വാക്സിൻ ചാലഞ്ചിൽ പങ്കെടുക്കുകയുണ്ടായി. എൻ്റെയും കുടുംബത്തിൻ്റെയും വാക്സിൻ്റെ ചിലവായ തുക വകയിരുത്തിക്കൊണ്ട് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടച്ചു. എന്നാൽ അത് പോരാ, ആ തുക പോരാ എന്നൊരു തോന്നൽ, ആ ഒരു തിരിച്ചറിവാണ് എൻ്റെ വാഹനം വിൽപ്പനയ്ക്ക് വെക്കുന്നതിന് വേണ്ടി എന്നെ പ്രേരിപ്പിച്ച ഒരു ഘടകം. എന്നെ മാത്രമല്ല, എൻ്റെ ഭാര്യ, മക്കൾ, അമ്മ, സഹോദരങ്ങൾ, ഞങ്ങളെല്ലാവരും കൂടി കൂട്ടായി എടുത്തൊരു തീരുമാനം തന്നെയാണിത്. 2012 മുതൽ എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്ന എൻ്റെ ഇരുചക്ര വാഹനമാണ് ഞാൻ വിൽപ്പനയ്ക്ക് വെച്ചത്. അതിൻ്റെ പ്രചരണത്തിന് എൻ്റെ സംഘടനാ അംഗങ്ങൾ, തിരൂർ സബ് ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ, മലപ്പുറം ജില്ലാ കമ്മിറ്റി, സംസ്ഥാന കമ്മിറ്റി അടക്കം ഉള്ള അതിലൊക്കെയുള്ള എൻ്റെ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണം ഉണ്ടായിട്ടുണ്ട് പ്രചരണത്തിന്. ഞാൻ പഠിപ്പിക്കുന്ന എൻ്റെ മക്കൾക്ക് സ്നേഹത്തിൻ്റെയും നന്മയുടെയും സഹജീവി സ്നേഹത്തിൻ്റെയും ഒക്കെ പാഠങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ എൻ്റെ ഈ ചെറിയ സംരംഭം കൊണ്ട് ആകട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം. നേരത്തെ തനിക്കും കുടുംബത്തിനും വാക്സിന് ചെലവായ തുക ദുരിതാശ്വാസ നിധിയിലേക്ക് പ്രവീൺ നൽകിയിരുന്നു. KSTA തിരൂർ ഉപജില്ലാ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗമായ പ്രവീണും ഭാര്യ വാഴയൂർ പാറമ്മൽ ALPV സ്കൂളിലെ അധ്യാപിക P നിമ്മിയും നേരത്തെ സാലറി ചാലഞ്ചിലും പങ്കെടുത്തിരുന്നു. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറി തിരൂരങ്ങാടിലെ ചെറുമുക്ക് നാട്ടുകാരും കൂട്ടായ്മ. തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ P പ്രശാന്ത് ചെക്ക് സ്വീകരിച്ചു. സംസ്ഥാനത്തിന്റെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് കൈത്താങ് എന്ന നിലയ്ക്കാണ് തിരൂരങ്ങാടിയിലെ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിറസാന്നിധ്യമായ ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായധനം കൈമാറിയത്. കൂട്ടായ്മ അംഗങ്ങളുടെ സാന്നിധ്യത്തിൽ തിരൂരങ്ങാടി താലൂക്ക് ഓഫീസിൽ വെച്ചാണ് തുകയ്ക്കുള്ള ചെക്ക് കൈമാറിയത്. ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ P പ്രശാന്ത് ചെക്ക് സ്വീകരിച്ചു. കൂട്ടായ്മ ട്രഷറർ കാമ്പ്ര ഹനീഫ ഹാജി ചെക്ക് കൈമാറി. ചെറുമുക്ക് പ്രദേശത്തെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിൽ വ്യത്യസ്ത പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന സന്നദ്ധ സംഘടനയാണ് ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ. മുമ്പും ഇത്തരത്തിൽ കൂട്ടായ്മ അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം കൈമാറിയിരുന്നു. 2 തവണയുണ്ടായ പ്രളയ സമയത്തും കോവിഡ് 1ാം തരംഗ കാലഘട്ടത്തിലും ഇത്തരത്തിൽ സഹായം നൽകിയിട്ടുണ്ട്. ഡെപ്യൂട്ടി തഹസിൽദാർമാരായ KK സുധീഷ്, K ജയകുമാർ, ഓഫീസ് ജീവനക്കാരായ ധനേഷ്, സനൂപ്, നാട്ടുകാര്യം കൂട്ടായ്മ സെക്രട്ടറി മുസ്തഫ ചെറുമുക്ക്, തട്ടരാട്ടിൽ ലത്തീഫ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. കോവിഡ് മഹാമാരിയിൽപ്പെട്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്ന ജനതയെ
കൈപിടിച്ച് കരകയറ്റുക എന്ന ലക്ഷ്യത്തോടു കൂടി ചെറുമുക്ക് നാട്ടുകാര്യം കൂട്ടായ്മ അവരുടേതായ സംഭാവന ബഹുമാനപ്പെട്ട ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ ശ്രീ പ്രശാന്ത് സാറിനെ കൈമാറി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇന്ന് 32,819 പേർക്കാണ് കോവിഡ് ബാധ സ്ഥിരീകരിച്ചത്. കോവിഡ് പ്രതിദിന കണക്കുകൾ കുതിക്കുന്നു. സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന പ്രതിദിന കണക്ക് രേഖപ്പെടുത്തി. 32,819 പേർക്ക് പുതുതായി രോഗം. 24 മണിക്കൂറിനിടെ 1,41,199 സാമ്പിളുകൾ പരിശോധിച്ചു. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 23.24%. വീണ്ടും 3000 കടന്ന ജില്ലയിലെ രോഗികൾ. 3251 പേർക്ക് പുതുതായി രോഗം. 704 പേർ രോഗമുക്തരായി. ആകെ മരണസംഖ്യ 660. താനാളൂർ പഞ്ചായത്തിൽ രോഗബാധിതരുടെ എണ്ണം കൂടുന്നു. രോഗവ്യാപന തീവ്രമായ 20-ാം വാർഡ് കണ്ടെയ്ൻമെന്റ് സോണാക്കി. വാർഡിൽ മാത്രം രോഗബാധിതരുടെ എണ്ണം 15-ന് മുകളിൽ. തീരദേശ പഞ്ചായത്തായ വെട്ടത്ത് ആശങ്കയുയർത്തി കോവിഡ് രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു. കോവിഡ് വ്യാപനം തടയാനായി തിരൂർ CITP ഫർഷാദിന്റെ നേതൃത്വത്തിൽ യോഗം ചേർന്നു. ബാറുകളും ബീവറേജ് ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടി. കോവിഡ് നിയന്ത്രണങ്ങളുടെ ഭാഗമായി സർക്കാർ നിർദ്ദേശത്തെ തുടർന്നാണ് പൂട്ടാൻ തീരുമാനിച്ചത്. സുബീറയെ കൊലപ്പെടുത്തിയത് കഴുത്തിൽ ഷാൾ മുറുക്കിയെന്ന് സംശയം. മൃതദേഹത്തിൽ നിന്ന് കുരുക്കിട്ട നിലയിൽ ഷാളും ലഭിച്ചു. പ്രതി അൻവർ നൽകിയ മൊഴി കള്ളമാണെന്ന സംശയത്തിൽ പോലീസ്. ആന്തരികാവയവങ്ങൾ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് ലാബിലേക്ക് അയച്ചു. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.